നമസ്കാരം സുഹൃത്തേ, നമ്മളിന്ന് പോകുന്നത് ഒരു പ്രസിദ്ധമായ ക്ഷേത്രം തന്നെയാണ്. തൻകുളം മഹാദേവ ക്ഷേത്രം. തൻകുളം മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ സ്വയംഭൂവായ ഭഗവാൻ ഉള്ള ക്ഷേത്രമാണ്. സ്വയംഭൂവായ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ശില തനിയെ തനിയെ പൂജാതനായി ഭഗവാൻ ഇവിടുത്തെ പ്രതിഷ്ഠ സ്വയംഭൂവാണ്. ഭഗവാൻ സ്വയംഭൂ ആയി ഭഗവാനോട് ആരും ശിലയിൽ കൊത്തുകയും ചെയ്തിട്ടില്ല. സ്വയംഭൂ ഭഗവാൻ എന്ന ശില സ്വയം പൂജാതനായി വരുന്ന സ്വയംഭൂ എന്ന് പറയാം. അതാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത. പൂർവ്വ ക്ഷേത്രങ്ങളാണ്. കിഴക്കോട്ട് ജന ഭഗവാന്റെ ഒരു ക്ഷേത്രമാണ് ഈ തൻകുളം മഹാദേവ ക്ഷേത്രം. നമുക്ക് ഈ ഭഗവാന്റെ അമ്പലത്തിൻ്റെ കിഴക്കേ നട പെൺഭാഗം അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാം. ഇന്നിപ്പോൾ നവരാത്രിയുടെ ആഘോഷങ്ങൾ, നാരായണീ പാരായണം ചടങ്ങുകൾ നടക്കുന്ന സമയമാണ്. ഇവിടെ നമുക്ക് കയറാം. അമ്പലത്തിൻ്റെ കിഴക്കേ നട ദേവര് സ്വയംഭൂ ഭഗവാൻ. നവരാത്രിയോടനുബന്ധിച്ചുള്ള നാരായണീ പാരായണം സമാപനം സമർപ്പണത്തിന് ടീച്ചർമാർക്ക് സമർപ്പിക്കാനുള്ള സ്റ്റേജും ടീച്ചർമാരും എല്ലാം ഇവിടെ. നാരായണീയ കുലപതി സുമതി ടീച്ചർക്കാണ് ഇവിടെ സമർപ്പണം നടക്കുന്നത്. സുമതി ടീച്ചറും അംഗങ്ങളുമാണ് നിൽക്കുന്നത്. ഇവിടെ ഭാഗവസപ്താഹമുണ്ട്. സ്വയം തൻകുളപാദേശത സ്വയംഭൂ സന്നിധി സപ്താഹത്തവജ്ഞം രാജശ്രീ സംഗമേശ തമ്പുരാൻ സഹാചാര്യ ബ്രഹ്മശ്രീ രമണേശ്വര പ്രസാദം പൂതി ബ്രഹ്മശ്രീ കത്തശ്ശേരി പ്രസാദ് ഇളയത്. നവംബർ 30 ഉച്ച 7 വരെയാണ്. ഉച്ചമാസത്തിലാണ്. ഞങ്ങൾ മുന്നോട്ട് പോകാം. നാരായണീയത്തിനുള്ള കസേരകൾ, ഭക്തർക്കിരിക്കാനുള്ള കസേരകളെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. കസേരകളും അതിൻ്റെതായ സാഹചര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാവുന്നു. 2 നേരം ഭക്ഷണം, കാത്തുച്ചി ഭക്ഷണമൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് ഉപദൈവങ്ങളെ കാണാൻ ശാസ്താവിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകണം. ശാസ്താവ്. പിന്നെ ഇവിടെ നല്ല ഓണത്തിന് ചെട്ടുമല്ലി നട്ടതിൻ്റെ പൂക്കളും മനോഹരമായ നല്ല ഭംഗിയായിട്ടുണ്ട്. മഞ്ഞ, ഓറഞ്ച് കളർ പൂക്കളൊക്കെ ആയിട്ട് ശാസ്താവ്. നമ്മൾ മുന്നോട്ട് പോകണം. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നടയിലേക്ക് എത്തണം. ഇവിടുത്തെ വിശേഷ ദിവസങ്ങൾ ശിവരാത്രി ഭയങ്കര ആഘോഷമാണ് ഇവിടെ. ശിവരാത്രി, പിന്നെ അയ്യപ്പൻ വിളക്ക്, പിന്നെ ഉത്സവം കുംഭമാസ ഉത്സവം, അങ്ങനെ സപ്താഹം, ഇതൊക്കെ വളരെ വിശേഷ ദിവസങ്ങളാണ്. പടിഞ്ഞാറ് നട. ഇനി നമ്മൾ വടക്കേ നടയിലേക്ക് നീങ്ങുന്നു. വടക്കേ നട. നമ്മൾ വടക്കേ നട കൂടുകയും രാജാവിനെ കടത്തു വന്നു. വീണ്ടും നമ്മൾ കിഴക്ക് നടത്തിലേക്ക് വന്നതാണ്. നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് തൻകുളം ആഘോഷത്തിലേക്ക് വരുന്നത്. ഇവിടെ നല്ലൊരു കുളമൊക്കെ ഉണ്ട്. നല്ല നാട്ടുഭംഗി, ഹരിത മനോഹരമായ സ്ഥലവും നല്ലൊരു കുളം, ക്ഷേത്രക്കുളമാണ് ഇവിടെ. നല്ല കുളം, ഈ ഓഡിറ്റോറിയം, പാർക്കിങ്. ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ കാണുന്നത്. നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്കും ഭക്തർക്കും ഉത്സവ സമയത്തും പാർക്കിങ്. ചെറിയ കല്യാണ മണ്ഡപം, ചെറുതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്കൊരു ഫാമിലിയുടെ ചെറിയൊരു ആവറേജ് ഫാമിലിക്ക് പറ്റിയ കല്യാണ മണ്ഡപമുണ്ട്. കല്യാണ മണ്ഡപം, പാർക്കിംഗ് ഏരിയ എല്ലാം കൊണ്ടും നല്ലൊരു പറഞ്ഞ പോലെ ഹരിതമനോഹരമായ സ്ഥലം തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ അങ്കണം. അങ്ങനെയാണ്. നല്ല പാർക്കിംഗ് കണ്ടോ. ഇതിന് ഓഡിറ്റോറിയം, നല്ല പാർക്കിംഗ് ഏരിയ. അമ്പലത്തിൻ്റെ വടക്കേ നടയിൽ നിന്നുള്ള വ്യൂ ആണ്. ഓക്കെ, നമ്മൾ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നടയിലേക്ക് പോകണം. പടിഞ്ഞാറ് നടയിലും അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ, കമ്മിറ്റി ഓഫീസ്
നല്ല സ്ഥലമാണ്. ചെറിയ അടുത്തടുത്ത് വീടുകളും നല്ല കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണത്. ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രം. ഇവിടെ നല്ല രീതിയിലുള്ളൊരു കമ്മിറ്റി, നല്ല നാട്ടുകാരും നല്ല സഹകരണമുള്ള കാരണം കൊണ്ട് നല്ല രീതിയിൽ നടന്നു പോകുന്ന ക്ഷേത്രമാണത്. ഇവിടെ വിശേഷാൽ പൂജകളും എല്ലാത്തിൻ്റെ നല്ല രീതിയിൽ നടന്നു പോകുന്ന ക്ഷേത്രം. അപ്പോൾ ഇത് ഉപദേശക സമിതി ഓഫീസാണിത്. ഇവിടെ നിന്ന് കണ്ടില്ല, അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നട, നേരത്തെ പറഞ്ഞ പോലെ തന്നെ തോട്ടം എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇനിയുള്ള വിശേഷാൽ അമ്പലങ്ങളും പൂജകളും ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നതിന് വേണ്ടി നിങ്ങളിലേക്ക് ആദ്യം എത്തിക്കുന്നതിനും ഈ വീഡിയോക്കെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതാണ് തലങ്കുളം മഹാദേവക്ഷേത്രം. ഇവിടുത്തെ മെയിൻ പ്രത്യേകത ഭഗവാൻ സ്വയംഭൂവാണ്. സ്വയം പൂജാതനായ ക്ഷേത്രമാണ്. ഭഗവാൻ സ്വയം പൂജാതന ക്ഷേത്രമാണ്. ആരും ശിലയോ കല്ലോ ഒന്നും പ്രതിമ ചെയ്തതല്ല. ഭഗവാൻ സ്വയംഭൂവാണ് ഇവിടുത്തെ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപൂർവങ്ങളായിരിക്കാം, പക്ഷേ ഇങ്ങനെ സ്വയംഭൂവായ ഭഗവാനുള്ള ക്ഷേത്രങ്ങൾ അപൂർവങ്ങളായിരിക്കാം. അപ്പോൾ തലങ്കുളം മഹാദേവക്ഷേത്രം മാളയിൽ നിന്നും ഒരു 4 കിലോമീറ്റർ അകലത്തിൽ പൂപ്പത്തി വഴി തൻകുളം എന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വഴിക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.